രേണു സുധിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, കാണാം. ബുദ്ധിയും വലിയ ധൈര്യം ഉള്ളവരാണെങ്കിൽ എന്റെ വീടാണ്ട് ഞാൻ ഇവിടെ സുധീലയത്തിലുള്ളപ്പോ തന്നെ ഞാൻ എന്തായാലും എവിടെ പോലും സ്റ്റാറ്റസ് ഇടും. ആരെങ്കിലും ഒരാൾ അവരെ അറിയിക്കേണ്ടവരുണ്ടല്ലോ. എന്റെ സ്റ്റാറ്റസ് എല്ലാരും കാണും. 300 പേരെങ്കിലും എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാം. അത് എനിക്കറിയത്തില്ല എങ്ങനെയാണ്. 300 പേരോളം കാണാറുണ്ട്. അപ്പൊ ഏതേലും ഒരുത്തരെ അറിയിക്കുമല്ലോ. വീട്ടിലോട്ട് വരട്ടെ, അവര് വീട്ടിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയട്ടെ. ധൈര്യം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഒരു ഫോണിനകത്ത് ഇരുന്നിട്ട് ഞാൻ വെച്ചല്ല കാര്യം. അവർക്ക് നേരെ വരട്ടെ. എന്റെ ഈ ബീവി ഷെഫീന ബീവി അതുൽ വ്ലോഗറും ഇവന്മാരൊക്കെ നേർക്ക് നേരെ വരട്ടെ. വെല്ലുവിളി തന്നെ നേർക്ക് നേരെ വരട്ടെ. ഞാൻ വീട്ടിൽ കസാര ഇട്ടിരിക്കുക. ഇവരെല്ലാം വന്ന് ഈ പറയുന്നവരെല്ലാം എന്റെ മുമ്പിൽ വന്നിരുന്ന് പറയട്ടെ. ഇവളെ ഇനി എടുക്കരുത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അത്രത്തോളം ദേഷ്യമാണ്. പക്ഷെ ഇവളെന്തിനാണ് വീണ്ടും നമ്മുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടി, നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിന്റെ കയ്യിൽ അണ്ണാക്കി പിരിവെട്ടി. ഗർഭരസിപ്പിക്കുക, തോന്നിവാസം കാണിച്ചുകൊണ്ട് നടക്കുക, ഭർത്താവിന്റെ ഉരുപ്പടി മുതലുകൾ, അതായത് ഗിഫ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ മൊമെന്റോസ് കിട്ടിയിട്ടുണ്ടല്ലോ, കുറെ ഇനാമൊക്കെ പുള്ളിക്കാരന് കിട്ടി, അതൊക്കെ കൊണ്ടുവന്ന് കട്ടിന്റെ അടിയിലിടുക, കൊച്ചിനെ നോക്കാതിരിക്കുക, കൊച്ചിന്റെ കഴുത്ത് മുറിയുക, ഇത്യാദി കാര്യങ്ങൾക്കൊന്നും നിനക്ക് ഉത്തരവില്ല. പകരം ആ വീട് തന്നവനെ തെറി വിളിക്കുക, വീട് വെച്ച് തന്നവനെ തെറി വിളിക്കുക, പറമ്പ് തന്നവനെ തെറി വിളിക്കുക, അയാൾക്ക് തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വിളിക്കുക, അയാളുടെ പറമ്പിൽ ഫ്രീക്ക് അയാൾ കൊടുത്ത പറമ്പിനകത്ത് കയറിയിരുന്ന് അയാളെ വിഷപ്പാമെന്ന് വിളിക്കുക, അമ്മാതിരി പേക്കൂത്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഇരുന്ന് മുറുമുറുക്കുന്ന ഇവളെ എന്തോ ചെയ്യണ്ടേ? ഇപ്പൊ അവള് വെല്ലുവിളിക്കുകയാണ് അങ്ങോട്ട് അവളെ വീട്ടിലോട്ട് ചെല്ലാനായിട്ട്. എടി, നിന്റെ വീട്ടിൽ വന്നാൽ നീ എന്ത് മുട്ടയിടുമെന്നാണ് എടി നീ പറയുന്നേ? നീ ആര്? കോട്ടയം കുണ്ടിയാ? അത് കൊള്ളാൻ. ഈ കോട്ടയത്താണല്ലോ ഈ എല്ലാ ശവപ്പറമ്പും ഉള്ളത്. നാണയില്ലേ സ്ത്രീയെ? ഒരല്പം ഉളുപ്പ്. ഇനി ഇവളുടെ കുറെ വക്കാലത്ത് രാമണിമാരുണ്ട്. അവരെ വഴിക്ക് വിടൂ. നിങ്ങൾ കാല് സ്വാധീനമില്ലാത്തവരല്ലേ, നിങ്ങൾക്ക് ലാട്ടറി വിറ്റൂടെ? നിങ്ങളടുത്ത് ആരുടെങ്കിലും ഭിക്ഷ ചോദിച്ചാ? എനിക്കൊരു വീട് വെച്ചാന്ന് പറഞ്ഞ എന്റെ സുണിച്ചേട്ടൻ ചത്തുപോയി, അതുകൊണ്ട് നിങ്ങൾ വീട് വെച്ചാന്ന് പറഞ്ഞ ഇല്ലല്ലോ. സുണിച്ചേട്ടന്റെ തള്ള എവിടെ? സുണിച്ചേട്ടന്റെ തള്ളക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇവള്? അവിടെ പോയി ഡ്രാമ കാണിക്കുന്നു. ഇവളെ തൂക്കി തലയിൽ വെച്ചുകൊണ്ട് ഇവളെ കൊണ്ട് ഇത് പറയിപ്പിച്ച് പബ്ലിക്കിൽ ഇടുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് ഈ പറയുന്ന ചാനലുകാർ ഉദ്ദേശിക്കുന്നെങ്കിൽ നാണമില്ലേ നിനക്കൊന്നും? ഇത്രയും മണപ്പിച്ചുകൊണ്ട് നടക്കാൻ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് അപ്പം, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയ നിനക്കൊക്കെ. നാണമില്ലേടാ നാറികളെ എവളെയും ചുമന്നുകൊണ്ട് നടക്കാനായിട്ട്? കുറെ എണ്ണ അങ്ങ് മൈക്കും തൂക്കി നടക്കുകയാണ് ഇവളെ പറകെ. എന്തടിസ്ഥാനത്തിലാണ്? ഏത് നേരം നോക്കിയാലും ഞാണു കുണി. വേറെ ഒരു കോപ്പും ഇല്ല നിനക്കൊന്നും. ഈ പറയുന്ന സ്ത്രീയുടെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം അവളുടെ പേഴ്സണൽ സ്റ്റോറീസ് ഒന്നുമല്ല. പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു ഉളുപ്പുമില്ല. അതാ കാണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയോട് എന്ത് പറയാനാണ് നിങ്ങൾ പറയുന്നത്? ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ വസ്തു രേണു സുധി എന്ന് പറയുന്ന സ്ത്രീക്ക് സുധി വെച്ചു കൊടുത്തതാണോ? സുധിയുടെ സഹോദരങ്ങൾ കൊടുത്തതാണോ? സുധിയുടെ തന്ത കൊടുത്തതാണോ? അതോ രേണുവിന്റെ